ഷോട്ട്. എന്താ ഫിനിഷിങ്, എന്താ ഡ്രിബ്ലിങ്, എന്താ സ്പീഡ്. ലോകകപ്പിലൊക്കെ എന്ത് കളിയായിരുന്നു പുള്ളി. എല്ലാ കളിയിലും ഓരോ ഗോള് വെച്ച്. എന്താ സ്പീഡ്, എന്താ ഡ്രിബിള്. വാ, നമുക്ക് വീട്ടിൽ പോയി റുബിക്സ് ക്യൂബിൽ ഒരു സൂത്രം ഉണ്ടാക്കാം. വിരലുകൾക്ക് മാന്ത്രിക വേഗം. 10 വയസ്സുകാരൻ അഭിനവ് കൃഷ്ണയും അനിയൻ അദ്വൈത് കൃഷ്ണയും റുബിക്സ് ക്യൂബിൽ തീർക്കുന്നത് വിവിധ വർണ്ണചിത്രങ്ങൾ. ഗാന്ധിജി, യേശുക്രിസ്തു, ശ്രീനാരായണ ഗുരു, APJ അബ്ദുൽ കലാം, മമ്മൂട്ടി, മോഹൻലാൽ. മനക്കണക്കും കൈവേഗവും ഒരുമിപ്പിക്കുമ്പോൾ വിരിയുന്നത് അതിശയ രൂപങ്ങൾ. 5 വയസ്സ് മുതലാണ് ഞാൻ അവനെ പഠിപ്പിച്ചു തുടങ്ങിയത്. ആദ്യത്തെ ഒരു ക്യൂബ് പഠിപ്പിക്കേണ്ട വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് 34 ക്യൂബുകളോളം അവന് ചെയ്യാനറിയാം. ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലും കിട്ടിയ സമ്മാനങ്ങളാണിതെല്ലാം. റുബിക്സ് ക്യൂബ് മൊസൈക്ക് ജനറേറ്റർ ആപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കുന്നു. പിന്നെയെല്ലാം ശരവേഗത്തിൽ. എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തിപ്പോൾ ഇവര് ക്യൂബ് ചോദിച്ചു വരുമ്പോൾ അതിനുള്ളൊരു ഫിനാൻസ് മാത്രം കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ മോൻ ജനിച്ചപ്പോൾ അവന് കളിപ്പാട്ടം എന്ന് പറയുന്നത് തന്നെ റുബിക്സ് ക്യൂബ് ആയിരുന്നു. അതുകൊണ്ട് അവനും അതിനോട് ഭയങ്കര താല്പര്യമാണ്. അവൻ തന്നെ ചെയ്യാറുണ്ട്. നാഷണൽ ലെവലിൽ അവനും പങ്കെടുത്തിട്ടുണ്ട്. അവനും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഘടികാരങ്ങൾ. സിംഹരാജാവ് എഴുന്നള്ളുന്നു. കുഞ്ഞുനാളിൽ എനിക്ക് ക്യൂബ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ആദ്യം മോഹൻലാലിനെ ഞാൻ ചെയ്തിട്ടുള്ളത്. സ്പോർട്സിൽ എനിക്കിഷ്ടം ഫുട്ബോളാണ്. അങ്ങനെയാണ് മെസ്സിനെ ഉണ്ടാക്കിയത്. അമ്മയാണ് ആദ്യം പഠിപ്പിച്ചെങ്കിലും ഇപ്പം അമ്മേനെക്കാളും മിടുക്കൻ ഞാനാണ്. ഈ സൈഡ് മാച്ച് ആക്കണം, ലൈൻ സൈഡ് മാച്ച് ആക്കണം. നല്ല പണിയുണ്ട്. ക്ലോക്ക് വൈസ് തിരിക്കണം, ആന്റി ക്ലോക്ക് വൈസ് തിരിക്കണം. ഒരു ചെറിയ റുബിക്സ് ക്യൂബ് എങ്കിലും സോൾവ് ചെയ്യാനുള്ള ശ്രമത്തിൽ മാതൃഭൂമി ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും ശ്യാമളി ശശിധരനും ക്യാമറമാൻ ആന്റണി ഗ്രിഗറിയും. ഇത് ഇങ്ങനെയല്ലേ? ആ, ഇങ്ങനെയാ. ഇവിടെയല്ലേ? അതെ, ഇത് ഇങ്ങനെ ചെയ്യാം. ശ്യാമിലുണ്ട്. ശ്യാമിലി എത്ര പ്രായമുണ്ടല്ലേ? അപ്പോൾ മെസ്സിയുടെയൊക്കെ പടം അതിഗംഭീരമാണ്. ലാലേട്ടൻ്റെ പടവും മനോഹരമാണ്. അപ്പോൾ ഈ വലുതായാൽ പോലും നമുക്കിപ്പോഴും ഒരു കളർ തന്നെ ഒന്ന് ഒരു ഭാഗത്ത് എത്തിക്കാൻ പെടാപ്പാട് വിടുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് അവർ പഠിച്ചത്. അതെ അതെ ദിവിഷ്, ആ ഒരു ആശ്ചര്യവും കൗതുകവും തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം. നമുക്ക് എല്ലാം പഠിച്ചെടുക്കാം, പക്ഷെ എല്ലാത്തിലും ഒരു മാസ്റ്റർ ആവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ 2 മിടുക്കന്മാർ അതിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഈ പറയുന്ന പോലെ, അമ്മ പറയുന്ന പോലെ, ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൽ അവർ മാസ്റ്ററായി കഴിഞ്ഞു. അവർ ശരവേഗത്തിലാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. അവർ ഇപ്പം എന്നെ ഉണ്ടാക്കിത്തരും, ദിവിഷിനെ ഉണ്ടാക്കിത്തരും, ആര് വേണമെങ്കിലും ഒരു ഫോട്ടോ കൊടുത്താൽ മതി. അപ്പോൾ അവരത് റുബിക്സ് ക്യൂബ് മൊസൈക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ആണ് അതിൻ്റെ ഒരു ആദ്യഘട്ടം. അതിലെങ്കിൽ ഇട്ട് ദിവിഷനെ നോക്കും, ദിവിഷിൻ്റെ രൂപം പതിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും മനസ്സിലാവും. പിന്നെ നമ്മളിങ്ങനെ റുബിക്സ് ക്യൂബിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും അധികം ക്യൂബുകൾ. ഈ മെസ്സിയുടെ ചിത്രം ചെയ്തിരിക്കുന്നത് 300 ക്യൂബുകൾ കൊണ്ടാണ്. 300 ക്യൂബുകൾ വളരെ ശരവേഗത്തിൽ അവർ വളരെ വേഗത്തിൽ ഇത് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൃത്യമായ ആ ചിത്രം കൂടെ വരണം. അപ്പോൾ ശരിക്കും ഒരു കലാകാരൻ തന്നെ പറയാം. നല്ല ചിത്രരചനയും ഗണിതവും വേഗവും കൈവേഗവും, ഇത് 3ഉം ഇവർക്ക് 2 പേർക്കും ഹൃദിസ്ഥമാണ്. അപ്പോൾ അവർ പൂർണ്ണാർത്ഥത്തിൽ ഒരു കലാകാരനും ഒരു മാത്തമാറ്റീഷ്യനുമാണ് എന്ന് വേണേൽ പറയാം. അബാക്കസിലും നല്ല ജ്ഞാനമുണ്ട് ഈ 2 കുട്ടികൾക്കും. അതുകൊണ്ട് തന്നെയാണ് അവർക്കിത് സാധ്യമാകുന്നത് തന്നെയാണ് കുട്ടികളും പറയുന്നത്, രക്ഷിതാക്കളും പറയുന്നത്. എന്തായാലും 2 മിടുക്കന്മാരെ കണ്ടതിലെ സന്തോഷത്തിലാണ് ഞാനും ഒരു റുബിക്സ് ക്യൂബ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ മോൾക്കും കളിക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ കൈയുടെ വേഗം ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. ഞാൻ ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. ഈ ചെറിയ പയ്യൻ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു തരികയായിരുന്നു. ഇവിടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അടിയിൽ മഞ്ഞയാണ്. ഇത് രണ്ടും കൂടെ സാധ്യത. ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളാണ് വേഗത്തിൽ പഠിക്കുക. ഇനി നമ്മൾ ഒരുപാട് സമയം എടുക്കുന്ന അവര് നിമിഷം കൊണ്ട് പഠിക്കുക. അപ്പോൾ മോള് പഠിക്കട്ടെ പെട്ടെന്ന് അല്ലേ? ശരി ശ്യാമലി.